ഓക്കെ, അപ്പോൾ ഇന്ന് റിജിൻ്റെ ആക്സസ് പോയിൻറ്റ്സ് ക്ലൗഡിലേക്ക് ആഡ് ചെയ്ത്, ക്ലൗഡിൽ പ്രൊജക്റ്റിൽ ആഡ് ചെയ്ത് അതുപോലെ അതിന് വൈഫൈ കോൺഫിഗർ ചെയ്യുന്ന ഒരു സെഷനാണ്. സോ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കുറച്ച് അധികം ഡിവൈസുകൾ ഒന്ന് ആണെങ്കിൽ കുഴപ്പമില്ല, ഒന്നിലധികം ഡിവൈസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഡിവൈസുകളും ഒരുമിച്ച് സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യാൻ നിൽക്കാണ്ട് ആദ്യം ഒരു ഡിവൈസിനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഒരു ആക്സസ് പോയിൻറ്റ് കണക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളതിനെ ആക്സസ് ചെയ്യുക. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ കേബിൾ കണക്ട് ചെയ്യുന്ന അവിടെ ഓൾറെഡി റിജിൻ്റെ ആക്സസ് പോയിൻറ്റ്സിന് ഡിഫോൾട്ടായിട്ടൊരു IP പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 192.168.188.253 എന്ന് പറഞ്ഞ IP. സോ നിങ്ങളൊരു 10 ആക്സസ് പോയിൻറ്റ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 ആക്സസ് പോയിൻറ്റ് ഇതായിരിക്കും IP വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് കറൻ്റ്ലി അത് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഫേംവെയർ അവൈലബിൾ ആണ്, ബട്ട് ഇൻബിൽട്ടായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് ഓൾഡ് ഫേംവെയർ ആയതുകൊണ്ട് പുതിയ ഫേംവെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഫേംവെയർ എങ്ങനെ ഇടാം എന്നുള്ളൊക്കെ സെഷൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കണക്ട് ചെയ്തു, കേബിള് ലാപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും സ്വിച്ചിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ ത്രൂവും ഇതിനെ കോൺഫിഗർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യുക, എന്നിട്ട് സോ അതിനായിട്ട് വരിക. ഞാൻ ഇപ്പോൾ വൈഫൈയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റും വേണം, അവിടുത്തെ റിജിൻ്റെ ആക്സസ് പോയിൻറ്റിലേക്ക് ലോഗിനും കിട്ടണം. അതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ നെറ്റ്വർക്ക് 134 ഇത് നോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റിക് ആക്കണം ഇതിനെ. ഓക്കെ, 192.168.30.134 192.168.30.1 ഗേറ്റ്വേ സബ്നെറ്റ് ഒരു IP DNS ഇതെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ റിജിൻ്റെ ആക്സസ് പോയിൻറ്റ്സ് വരുന്നത് 192.168.188.253 അപ്പോൾ ആ റേഞ്ചിലുള്ള IP നമ്മുടെ ലാപ്പിന് കൊടുക്കുക. അപ്പോൾ 188.254 ഞാൻ കൊടുത്തു. അതിനുശേഷം ആഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റും കിട്ടും, ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയി. ഇനി അത് ഇൻ്റർനെറ്റ് ആക്സസ് ആണ്, ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് റിജിൻ്റെ ആക്സസ് പോയിൻറ്റിലേക്ക് കയറാൻ പറ്റും, അതുപോലെ എനിക്ക് ഇൻ്റർനെറ്റും കിട്ടും. ഓക്കെ, ഇനി ആദ്യം തന്നെ നമ്മൾ ആക്സസ് പോയിൻറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. പഴയ ആക്സസ് പോയിൻ്റ് ആണെങ്കിൽ, അതായത് കുറച്ച് ഓൾഡ് ഫേംവെയർ കിടക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ഫേംവെയർ അല്ലെങ്കിൽ ഫേംവെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, കാരണം അതിനാണ് കുറച്ച് ക്ലൗഡ് ഈസിനെസ് വരുന്നത്. അപ്പോൾ അത് കിട്ടാനായിട്ട് 192.168 ഞാൻ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ടാണ് ഡിഫോൾട്ട് വരുന്നത് 253. ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് ആക്സസ് പോയിൻറ്റിൻ്റെ കേബിൾ കണക്ട് ചെയ്യുന്ന പോർഷനിലായിട്ട് പാസ്വേഡ് സെഷനിൽ കാണും. ഡിഫോൾട്ടായിട്ട് അഡ്മിൻ ആയിരിക്കും വരിക. ലോഗിൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. ഈ അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ റീസെറ്റ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് എനേബിൾ ചെയ്യാണ്ട് നിങ്ങൾ ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യരുത്. കാരണം ഇത് എനേബിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ചില സെറ്റിങ്സുകളുണ്ട്, IP ക്ലൗഡ് സെറ്റിങ്സ് ഇത് തുടങ്ങിയ സാധനങ്ങളുണ്ട്. അത് ഈ അപ്ഗ്രേഡ് ആവണമെങ്കിൽ അതിൻ്റെ ഫാക്ടറി ഡിഫോൾട്ടിലേക്ക് കൊണ്ടുവരണം അപ്ഗ്രേഡിന് ശേഷം. അപ്പോൾ അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേംവെയർ ഫയൽ കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ഓൺ അപ്ലോഡ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഡൗൺലോഡ്സിലാണ് ഇട്ടേക്കണേ. ഇതാണ് ഫേംവെയർ, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫേംവെയർ വന്നു. അതിനുശേഷം അപ്ഗ്രേഡ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 188.253 എന്ന് പറഞ്ഞ ഇതിലായി കിടക്കുക. ഓക്കെ, ഇതിൻ്റെ IP ഓട്ടോമാറ്റിക്കലി നെറ്റ്വർക്ക് IPയിലേക്ക് മാറും. ഇത് പഴയ ഫേംവെയറാണ് ഇങ്ങനെ ഈ ഒരു IP എടുക്കുന്നത്. പുതിയ ഫേംവെയർ വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് നെറ്റ്വർക്കിൻ്റെ IP ഏതാണോ അത് എടുത്തോളും. അപ്പോൾ അത് അപ്ഗ്രേഡ് എടുക്കുക. അതിന് ബാക്കിയായിട്ട് നമ്മൾ നമ്മുടെ IP സ്കാനർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു, സ്കാൻ കൊടുത്തു. ഇതാണ് എൻ്റെ ഇൻ്റർനെറ്റ് വരുന്നത്. എന്നിട്ട് അവിടെ MAC IDയുടെ ലാസ്റ്റ് 4 ഡിജിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ കൊടുത്തു. അപ്പോൾ റീസെറ്റായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ IP എടുക്കും, ഏത് 30 സീരീസിൽ വരുന്ന IP. അപ്പോൾ അത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ഇതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് MAC IDയുടെ അവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത്, ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് കോപ്പിയുടെ അവിടെ പോയിട്ട് MAC അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ എളുപ്പം കിട്ടും.
ഇത് നമുക്ക് നമ്മുടെ റിജിഡിൻ്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ കയറാം. അതിനായിട്ട് RUIKE-cloud.com ഓക്കെ എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ അതിനകത്ത് ലോഗിൻ ചെയ്യുക. സോ ലോഗിൻ ചെയ്തു. ഓക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫോൾട്ടായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഈ പ്രൊജക്റ്റ് നമുക്ക് കളയാൻ പറ്റത്തില്ല. ഓക്കെ പ്രൊജക്റ്റ് എന്താ ഡിഫോൾട്ട് പ്രൊജക്റ്റാണ്, അത് കളയാൻ പറ്റത്തില്ല. ഓക്കെ നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം, അതിൻ്റെ അകത്തൊക്കെ ആഡ് ചെയ്യാം, സാധാ ചെയ്യുന്ന കാര്യം തന്നെ. സോ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ നമ്മൾ പ്രൊജക്റ്റ് ഹോം പേജിൽ നിന്ന് തന്നെ ആഡ് ചെയ്യുന്നു. ആഡ് ഓക്കെ പ്രൊജക്റ്റിന് നെയിം കൊടുക്കുന്നു. ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് നെയിം കൊടുക്കുന്നു. ഓക്കെ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന പ്രൊജക്റ്റ് പാസ്വേഡ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഈ പ്രൊജക്റ്റ് പാസ്വേഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഡിവൈസുകളെ അത് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ആക്സസ് പോയിൻ്റ് ആഡ് ചെയ്യാന്നിരിക്കുക. അത് ഡിഫോൾട്ട് നിങ്ങൾ ഫേംവെയറും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അഡ്മിനായിരിക്കും എടുക്കുക. ഓക്കെ ഈ പ്രൊജക്റ്റ് പാസ്വേഡിൽ നിങ്ങളൊരു വേറെ പാസ്വേഡ് കിട്ടും. ഉദാഹരണത്തിന് ABCD@1234 എന്നുള്ള പാസ്വേഡ് ഇട്ടെന്നിരിക്കുക. ഓക്കെ പ്രൊജക്റ്റിൻ്റെ പാസ്വേഡ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ആക്സസ് കൊടുത്തിരിക്കുന്ന ആക്സസ് പോയിൻറ്റിനെ, ഇത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് അഡ്മിൻ എന്നുള്ള പാസ്വേഡുള്ള ആക്സസ് പോയിൻറ്റിനെ ഈ പ്രൊജക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പാസ്വേഡ് ഉപയോഗിക്കും. ഏത് പ്രൊജക്റ്റ് പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ആഡ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ നമ്മുടെ ആക്സസ് പോയിൻ്റ് അറിയത്തില്ല ഇങ്ങനൊരു പാസ്വേഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഇട്ട് കഴിഞ്ഞാലും നമുക്കത് ആ ഡിവൈസിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അதைയും കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കുന്നു. ABCD@1234 കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു, പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ നീ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഡിവൈസിന് ആഡ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ വരിക, ഇവിടെ നിന്ന് ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. ഓക്കെ അതിനുശേഷം ഡിവൈസ് ലിസ്റ്റിൽ പോവുക. ഓൾറെഡി ഡിവൈസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യാനായിട്ട് ആഡ് കൊടുക്കുക. നമ്മളോട് ചോദിക്കും ഇതിലേക്കെല്ലാം ആഡ് ചെയ്യേണ്ടതെന്നുള്ള. ഓൾറെഡി ഡിഫോൾട്ടായിട്ട് നമ്മൾ അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി അതിന് എടുക്കും. നെക്സ്റ്റ് കൊടുക്കുക. ഡിവൈസിൻ്റെ ഇവിടെ സീരിയൽ നമ്പർ നടത്തുക. ഇവിടെ MAC ID ആണ്, MAC ID വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ നമ്മൾ കോപ്പി ചെയ്ത MAC ID ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ ഇവിടെ പേസ്റ്റ് ചെയ്തു. കൊടുക്കുന്നു AP പേര് കൊടുത്തു, ബൈൻഡിങ് ഡിവൈസ് കൊടുത്തു. ഓക്കെ അപ്പോൾ നിങ്ങളത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒന്നും വരത്തില്ല. ഓൾറെഡി അവിടെ ഒന്ന് കാണിച്ചു, പക്ഷേ ഒന്നും വരത്തില്ല ഇവിടെ. അതിന് പകരം വെരിഫൈഡ് അവിടെ ആയിരിക്കും വരിക. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ദ യൂസർ പാസ്വേഡ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഡിവൈസ് പാസ്വേഡ്. അതായത് നമ്മൾ കൊടുത്ത പാസ്വേഡ് ഏതിപ്പോൾ ABCD@1234 എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് ഈ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ക്ലൗഡ് പ്രൊജക്റ്റ് ഈ ഡിവൈസിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ABCD@1234 എന്ന് പറഞ്ഞ പാസ്വേഡ് ഉപയോഗിക്കും. പക്ഷേ അതും ഇതുമായിട്ട് മീൻസ് ആക്സസ് പോയിൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ എറർ വരും. അപ്പോൾ ഇതിനെ എങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിപ്പുറം വന്ന് കോൺഫിഗറേഷൻ്റെ അവിടെ റീവേരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എന്താണ് നിങ്ങളുടെ ഡിവൈസിൻ്റെ പാസ്വേഡ് എന്നുള്ളത്. മാന്യമായിട്ട് അഡ്മിൻ എന്നുള്ള ഡിഫോൾട്ട് പാസ്വേഡ് കൊടുത്തു, നമ്മൾ കാരണം ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്യുക അടുത്ത റീച്ചബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ ഇപ്പോൾ വെരിഫൈഡ് അവിടെ നിന്ന് പോയിട്ടുണ്ട് അല്ലേ. വെരിഫൈഡ് അവിടെ പോയി നിങ്ങൾക്ക് ഓൺലൈൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സസ് പോയിൻറ്റ് പച്ചകത്തി ഓൺലൈൻ സ്റ്റാറ്റസ് കാട്ടി ആക്സസ് പോയിൻറ്റ് ആഡ് ആയെന്ന് കാണിക്കും. ഓക്കെ അത്രേ ഉള്ളൂ ഇതിന് ആഡ് ചെയ്യുന്ന പരിപാടി. ഇനി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ പാസ്വേഡ് വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് എന്ന് പറഞ്ഞ ഒരു വൈഫൈ ആണ് ഡിഫോൾട്ടായിട്ട്. സോ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്ന വൈഫൈ വയർലെസ് എന്ന് പറഞ്ഞായിരിക്കും നെയിം കിടക്കാം. ചെക്ക് ചെയ്തൊക്കെ ആണെങ്കിൽ പ്രൊജക്റ്റിൽ വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇതാ വയർലെസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വൈഫൈയുടെ കിടക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ വൈഫൈ വയർലെസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വൈഫൈ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന വൈഫൈ ആണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ജസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് വേണ്ടതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടെസ്റ്റ് വൈഫൈ പേര് കൊടുത്തു. ഓക്കെ എന്നിട്ട് ഞാൻ കൊടുത്തു പാസ്വേഡൊന്നും വേണമെന്നുള്ള രീതി കൊടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ അതങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വൈഫൈ നെയിം ഡിവൈസുകൾക്ക്
കൊടുക്കാനായിട്ട് സിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെറ്റ് സക്സീഡഡ് എന്ന് പറഞ്ഞു തരും. എന്നാൽ മാത്രമാണ് ഈ വൈഫൈ നെയിം പുതിയ വൈഫൈ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഡിവൈസിലേക്ക് പോകുള്ളൂ. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക ഒന്ന് എടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ പേര് വന്ന് ടെസ്റ്റ് വൈഫൈ 2.4. ഈ വയർലെസ് കുറച്ച് ചെയ്യുമ്പോൾ പൊക്കോളും. അത് റിമൂവ് ആകാനെടുക്കുന്ന കുറച്ച് ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേര് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി 5G വേണം. സെപ്പറേറ്റ് വൈഫൈ ആയിട്ട് 5G വേണമെങ്കിൽ അത് ചെയ്യാനായിട്ട് ഇവിടെ വരിക, ആഡ് കൊടുക്കുക, SSID ടെസ്റ്റ് വൈഫൈ 5G, എന്നിട്ട് 5G സെലക്ട് ചെയ്യുക. എൻക്രിപ്ഷൻ ഒന്നുമില്ല, പക്ഷേ നിങ്ങളിത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞ എറർ വരും. നമ്മളതിന് താഴെയായിട്ട് ഓട്ടോ റോമിങ് എനേബിൾ ചെയ്യുക, അല്ല ഡിസേബിൾ ചെയ്യുക. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു അടുത്ത 5G ഇതായിട്ട് വരും. എന്നിട്ട് ഇത് പുതിയതായിട്ട് ആഡ് ചെയ്താണ്, അപ്പോൾ അത് കിട്ടാനായിട്ട് സിങ്ക് ഡിവൈസ് സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് സക്സീഡഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈഫൈയുടെ അവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈഫൈ ലിസ്റ്റിൽ എന്താ വയർലെസ് എന്നുള്ളത് വേണ്ട. ഇത് രണ്ടും വേറെ ആക്സസ് പോയിൻ്റ് ആണ്. ഈ വൈഫൈ 2.4G 5G എന്ന് പറഞ്ഞ നെയിമിൽ വന്ന് രണ്ടും ഓപ്പൺ ആയിട്ടാണ്. വേറെ എൻക്രിപ്ഷൻ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പാസ്വേഡ് ഇല്ല, ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് വൈഫൈ നെയിമുകൾ ആഡ് ചെയ്യുന്നതും ഡിവൈസുകൾ ആഡ് ചെയ്യുന്നതൊക്കെ. സോ ഇപ്പോൾ രണ്ട് ആക്സസ് പോയിൻ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ. അതുപോലെ രണ്ട് വൈഫൈ ഉണ്ട്, 2.4-നും 5Gക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. 30.35 ആയിട്ട് ആക്സസ് പോയിൻറ്റ്. ഓൾറെഡി നമ്മൾ ആക്സസ് പോയിൻ്റ് അകത്ത് കയറിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഡിഫോൾട്ട് പാസ്വേഡ് എന്തായിരിക്കണം? അഡ്മിൻ ആയിരിക്കും അല്ലേ? അഡ്മിൻ അടിക്കാം. എറർ എന്ന് പറഞ്ഞു തന്നല്ലേ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ പ്രൊജക്റ്റിൻ്റെ പാസ്വേഡ് ഇത് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തത് abcd@1234 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, കാരണം എന്താ, ഇതാണ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ പാസ്വേഡ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് പാസ്വേഡ് ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് സീരിയസ് ആണ്, ചില സമയത്ത് വലിയ പ്രശ്നമില്ല. ആ പ്രൊജക്റ്റിലേക്ക് ഇതിനെ ബൈൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ പാസ്വേഡ് ആയിരിക്കും ഈ പറഞ്ഞ ആക്സസ് പോയിൻ്റിൻ്റെ പാസ്വേഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓൾറെഡി ഈ AP എന്ന് പറഞ്ഞ സാധനമല്ലേ, ഇതിനെ 2.4-ഉം AP2-നെ 5G ആയിട്ട് രണ്ട് സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ 2.4 എടുത്തു എന്ന്. താഴെ നിങ്ങൾ അഡ്വാൻസ്ഡ് സ്കോപ്പ് കണ്ടിടണം. അതിന് ഡെസിഗ്നേറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് AP എന്ന് പറഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചേക്കുന്ന AP-നെ അതായത് AP-യുടെ വൈഫൈ ഈ പറഞ്ഞ ഈ വൈഫൈയിൽ കണ്ട് ചെയ്താൽ അത് ആ AP-യുടെ അണ്ടറിലേക്ക്. ഓക്കെ കൊടുത്ത് അതിനുശേഷം അടുത്ത 5Gക്ക് വന്നിട്ട് ഇതേപോലെ ഡെസിഗ്നേറ്റഡ് കൊടുത്തു. അതിനുശേഷം AP2 അതിലേക്ക് അസൈൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഞാൻ 2.4G കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ AP എന്ന് പറഞ്ഞ ആക്സസ് പോയിന്റിലും 5G കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ AP2 എന്ന് പറഞ്ഞ ആക്സസ് പോയിന്റിലായിരിക്കും വരിക. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് മനസ്സിലാവാനായിട്ട് AP1 AP2 എന്ന് പറഞ്ഞ ആക്സസ് പോയിന്റ് ആക്കി പേര്. ഓക്കെ, അതിനുശേഷം വൈഫൈ കോൺഫിഗറേഷനിൽ വന്നിട്ട് AP1 AP2 എന്ന് പറഞ്ഞ രണ്ട് വൈഫൈ നെയിം ഉണ്ടാക്കി. ഓക്കെ, 2G 5G ഇട്ടിട്ടുണ്ട്, ഇത് എഡിറ്റ് ചെയ്തു. ഓക്കെ, AP1-ന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ വൈഫൈനെ അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്കോപ്പിൽ ഡെസിഗ്നേറ്റഡ് കൊടുത്തിട്ട് ഞാൻ സെലക്ട് ചെയ്തു AP1 എൻ്റെ ആദ്യത്തെ വൈഫൈ. ഓക്കെ കൊടുത്ത്. ഓക്കെ, രണ്ടാമത്തെ വൈഫൈ AP2 എന്ന് നെയിം കൊടുത്തു, അത് ഡെസിഗ്നേറ്റഡ് AP2 സെലക്ട് ചെയ്ത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ AP1 എന്നുള്ള വൈഫൈ SSID വരുന്നത്, അതായത് വൈഫൈ നെയിം വരുന്നത് ആക്സസ് പോയിൻറ്റ് 1-നും AP2 എന്നുള്ള വൈഫൈ നെയിം വരുന്നത് ആക്സസ് പോയിൻറ്റ് 2-നുമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു വില്ലേജ് ചെന്ന് ആ വില്ലേജിൽ ഓരോ റൂമിനും ഒരു ആക്സസ് പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റൂമിലുള്ള ആൾക്ക് ആ ആക്സസ് പോയിൻറ്റിന് ഒരു പേര് കൊടുക്കണം, മറ്റേ റൂമിലുള്ള ആൾക്ക് വേറെ പേര്, അങ്ങനെ കൊടുക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ
ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ആ വില്ലയുടെ അണ്ടറിൽ കംപ്ലീറ്റ് ആക്സസ് പോയിന്റ് ആഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് വൈഫൈ നെയിംസ് ഡിഫറെൻറ്റ് ആക്സസ് പോയിന്റിന് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ AP1 എന്ന് പറഞ്ഞ ആക്സസ് പോയിന്റിലാണ് എൻ്റെ ലാപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് AP1 വരുന്നത് ഇത് 130.135 എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോൾ ഞാൻ എടുത്തു. ഓക്കെ, ഇവിടെ 5G വന്നപ്പോൾ ഒരു ക്ലയൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഈ ആക്സസ് പോയിന്റിൽ നോക്കി കഴിഞ്ഞാൽ 6443. ഞാൻ അതിൻ്റെ ലാപ്പ് തന്നെയുള്ളത് കൺഫേം ചെയ്യാം. 6443. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തേക്കുന്ന ആ ഡിവൈസ് ഇനി നമുക്ക് മാറ്റി കണക്ട് ചെയ്യാം. AP2 എടുത്തു, കണക്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ AP2 ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. AP1 കണക്ട് ചെയ്തിട്ടില്ല. അപ്പം AP1 ഇതാണ് നമ്മൾ AP1. അതന്നെ റീഫ്രഷ് ചെയ്യാം. ഓക്കെ, 2G ഇല്ല, 5G ഡിവൈസുകളൊന്നുമില്ല. ഇത് AP2 ഒന്ന് റീഫ്രഷ് ചെയ്ത്. അതിൽ 2G ഇല്ല, 5G ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു ഫോണും ഉണ്ട്, ഈ പറഞ്ഞ ലാപ്പും ഉണ്ട്. അപ്പോൾ ലാപ്പ് ഞാൻ നേരത്തെ കാണിച്ചാൽ തന്നെ 6443 ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്, 6443. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആദ്യത്തെ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന പാസ്വേഡ്, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ആയിരിക്കും. പിന്നെ ഡിവൈസുകളിലേക്ക് ക്ലൗഡിലേക്ക് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസുകളിലേക്ക് എടുക്കുന്ന പാസ്വേഡ്. പിന്നെ ആ ഡിവൈസിനെ ആക്സസ് ചെയ്യാനായിട്ട് ആ പ്രൊജക്റ്റിൻ്റെ പാസ്വേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് സീരിയൽ നമ്പറിന്ന് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ മാക് ഐ ഡി വെച്ചിട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. മാക്കാണ് ബൈൻഡ് ആവുന്നത് ഇതുമായിട്ട്. പിന്നെ നമുക്ക് വൈഫൈ നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ വൈഫൈ നെയിംസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം സിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താലാണ് ഈ വൈഫൈ നെയിംസ് എല്ലാം ഡിവൈസുകളിലേക്ക് റെസ്പെക്റ്റീവായിട്ട് ആഡ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകളാണ്. ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഈസ് കുറച്ചും കൂടെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. സോ നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞ് അതങ്ങനെ പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ പ്രൊജക്റ്റിന് പാസ്വേഡ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാനാണ് പ്രൊജക്റ്റ് ഉണ്ടാക്കി, ഞാൻ ഇതിൻ്റെ ഡിവൈസിനെ ആഡ് ചെയ്ത് കോൺഫിഗർ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനല്ല വേറൊരാൾ പോയി അവിടെ ഒരു ആക്സസ് പോയിന്റ് ആഡ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ പാസ്വേഡ് എന്താണെന്നോ അറിയത്തില്ല. മീൻസ് ഇൻഡിവിജ്വലി ലോഗിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ വരുവാന്ന് വിചാരിക്കുക. അപ്പോൾ അത് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രൊജക്റ്റിൽ പോകാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഡിവൈസ് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ പാസ്വേഡ് കിട്ടും. അത് തന്നെയാണ് നിങ്ങളുടെ ഡിവൈസിലേക്ക് ഈ പ്രൊജക്റ്റിൽ ബൈൻഡ് അയക്കുന്ന ഓൺലൈൻ ആയിരിക്കുന്ന ഡിവൈസുകളിലേക്ക് ലോഗിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോഗിൻ പാസ്വേഡ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിജൻഡ് ആക്സസ് പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ.